നമസ്കാരം. നിലവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. നാഗലശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിന് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. 1,30,00,000 രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടം മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ വിദ്യാകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നാഗലശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. കിഫ്ബിയിൽ നിന്നും 1,30,00,000 രൂപ ചെലവഴിച്ചാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയായത്. 8 ക്ലാസ് മുറികൾ അടങ്ങിയതാണ് പുതിയ കെട്ടിടം. വിദ്യാലയങ്ങളിലെ കെട്ടിടങ്ങളുടെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP റെജീന അധ്യക്ഷയായി. നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് VV ബാലചന്ദ്രൻ, മറ്റ് ജനപ്രതിനിധികളായ ഷാനിബ, PV പ്രിയ, AM രാജൻ, അസീബ് റഹ്മാൻ, സരോജിനി, തൃത്താല BPC VP ശ്രീജിത്ത്, PTA പ്രസിഡന്റ് UV റൈഹാനത്ത്, പ്രധാനാധ്യാപകൻ P അനിൽകുമാർ, K ഷംസുദ്ദീൻ, VA ജയശ്രീ, AK അനീഷ്, KN കൃഷ്ണകുമാർ, സുനിൽ, അലക്സ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, PTA ഭാരവാഹികൾ തുടങ്ങിയവരും പങ്കെടുത്തു. കഴിഞ്ഞ ജൂലൈയിൽ ആണ് നിർമ്മാണോദ്ഘാടനം നടത്തിയത്. ഇതേ വേദിയിൽ ഈ ജൂലൈയിൽ ഇതേ വേദിയിൽ ആ ഉദ്ഘാടനം നടത്തിയ സ്ഥലത്ത്, കല്ലിട്ട സ്ഥലത്ത് മനോഹരമായ പുതിയ കെട്ടിടം ഇന്ന് ഉയർന്നു വന്നിരിക്കുന്നു. അത് വളരെ വളരെ സന്തോഷവും അഭിമാനവും നൽകുന്ന കാര്യമാണ്. റജീന പറഞ്ഞ കുഴി കുത്തിയ കഥയല്ല സംഭവം. ഞാൻ ഓർക്കുകയായിരുന്നു, ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട MLA ആയ ഉടൻ സ്കൂളിലെ PTA പ്രസിഡന്റുമാർ HMമാരുടെ യോഗം വിളിച്ചു ചേർത്തപ്പോൾ വന്ന ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു ഒരു കുഴി കുത്തിയിട്ടുണ്ട്. ആ കുഴിയിൽ കുട്ടികൾ പോയി വീണു, ഇതൊരു അപകടമാണ് എന്ന് പറഞ്ഞു. അന്ന് നിർദ്ദേശിച്ചത് ആ കുഴിയുടെ ചുറ്റും ഒരു മറ വയ്ക്കാൻ വേണ്ടിയിട്ടാണ്, കുട്ടികൾ ഇനി പോയി വീഴാതിരിക്കാൻ. യഥാർത്ഥത്തിൽ 1 കൊല്ലം മുമ്പ് തീരേണ്ടതായിരുന്നു. മെയ്യിലെങ്കിലും തീർക്കണമെന്നാണ് ഉദ്ദേശിച്ചത്. ജൂണിൽ പുതിയ അധ്യയന വർഷത്തിൽ പുതിയ കെട്ടിടത്തിൽ കുട്ടികൾക്ക് പഠിക്കാൻ ഉതകുന്ന തരത്തിൽ. പക്ഷെ തുടക്കത്തിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ വന്നു. സാങ്കേതിക പ്രശ്നം വന്നപ്പോൾ നമുക്ക് ആദ്യത്തെ ടെൻഡർ റദ്ദാക്കേണ്ടി വന്നു. പിന്നെ പുതുക്കി എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ 1 കോടിയാണ് ആദ്യം കൊടുത്തത്. സമയം കുറച്ച് വൈകിയപ്പോൾ 30 ലക്ഷം കൂടി. പ്രിയപ്പെട്ട മന്ത്രി MP രാജേഷ് ഞങ്ങൾ നന്ദി പറയുന്നു. ഇരുവൃക്കകളും തകരാറിലായ ഗൃഹനാഥന്റെ ചികിത്സയ്ക്കായി കൈകോർത്ത് നാട്. കപ്പൂർ പഞ്ചായത്തിലെ 6-ാം വാർഡിൽ അയ്യപ്പൻകാട്ടിൽ സുന്ദരൻ മകൻ 32 വയസ്സുള്ള സുധീഷാണ് കിഡ്നി രോഗബാധിതനായി തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. സുധീഷിനായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചു. കുടുംബത്തിന്റെ ഏക ആശ്രയമായ സുധീഷ് സ്വകാര്യ കമ്പനിയിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരികയാണ് അസുഖം പിടികൂടിയത്. കിഡ്നി മാറ്റിവെക്കുക എന്നതാണ് ഏക പോംവഴി. ഭീമമായ ചികിത്സാ ചെലവ് കുടുംബത്തിന് താങ്ങാനാകില്ല. ചികിത്സാ ചെലവ് കണ്ടെത്തുന്നതിനായി നാട്ടുകാർ ഒത്തുചേർന്ന് മണ്ണാപ്പറമ്പ് മദ്രസ ഓഡിറ്റോറിയത്തിൽ വെച്ച് ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചു. യോഗത്തിൽ സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ട ഒട്ടേറെ പേർ സന്നിഹിതരായിരുന്നു. വാർഡ് മെമ്പർ അബൂബക്കർ അധ്യക്ഷനായി. മണ്ണാപ്പറമ്പ് മഹല്ല് ഖത്തീബ് മുസ്തഫ ബദരി, KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ, KV സുബ്രഹ്മണ്യൻ, A രാവുണ്ണിക്കുട്ടി, BJP മണ്ഡലം പ്രസിഡന്റ് ദിനേശൻ എറവക്കാട്, BJP മണ്ഡലം ട്രഷറർ KC കുഞ്ഞൻ, DCC ജനറൽ സെക്രട്ടറി K ബാബു നാസർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുഹമ്മദ് റവാഫ്, ഗ്രാമപഞ്ചായത്ത് അംഗം P ശിവൻ, V മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു. 250 പേരടങ്ങുന്ന കമ്മിറ്റിയിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് ചെയർമാൻ, അബൂബക്കർ വർക്കിംഗ് ചെയർമാൻ, KM ശരത് ട്രഷറർ എന്നിവർ ഭാരവാഹികളായും 25 പേരടങ്ങുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. CCTV ന്യൂസ് തൃത്താല. CCTV സീനിയർ ന്യൂസ് എഡിറ്റർ PS ടോണിയുടെ പിതാവ് ഐനൂർ പ്ലാങ്ങലത്ത് പോൾസൺ നിര്യാതനായി 69 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ നടക്കും. മസ്തിഷ്ക ആഘാതത്തെ തുടർന്ന് അമല ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. മോളി ഭാര്യയും സോണി മകളുമാണ്. കുര്യൻ, ശ്രുതി എന്നിവർ മരുമക്കളുമാണ്.
കനത്ത കാറ്റിലും മഴയിലും മരം കടപുഴകി വീടിന് മുകളിലേക്ക് വീണു. തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ വട്ടുള്ളി വേരുംപടിയിലെ വീടിന് മുകളിലേക്കാണ് മരം വീണത്. തിങ്കളാഴ്ച പുലർച്ചെയോടെയായിരുന്നു സംഭവ സമയത്ത് പരിസരത്ത് ആളുകൾ ഇല്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. തിങ്കളാഴ്ച ഉച്ചയോടെ മരം വീടിന് മുകളിൽ നിന്നും വെട്ടിമാറ്റി. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി പട്ടാമ്പി നഗരസഭയിൽ ശില്പശാല നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി നഗരസഭയിൽ മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് ശില്പശാല സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ശില്പശാല ഉദ്ഘാടനം ചെയ്തു. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പട്ടാമ്പി ടൗൺ ഇന്ന് വളരെ വൃത്തിയോടും മറ്റു മേഖലകളിലെല്ലാം തന്നെ വളരെ മാലിന്യ ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ഇന്നത്. അതിനായി നമ്മുടെ സന്നദ്ധ പ്രവർത്തകരും അതോടൊപ്പം തന്നെ മറ്റു ഗ്രൂപ്പുകളും എല്ലാം വളരെയധികം സഹകരിച്ചുകൊണ്ട് തന്നെ നമുക്ക് വളരെ മികച്ച നേട്ടങ്ങൾ നേടാൻ സാധിക്കുന്നുണ്ട്. നമുക്കറിയാം പട്ടാമ്പി ടൗണിൽ ഇന്ന് കാണുന്ന ഇത്തരത്തിലുള്ള ഒരു നല്ല രീതിയിലൊരു മാലിന്യമില്ലാത്ത രീതിയിൽ കൊണ്ട് നടക്കുന്നത് നമുക്ക് റോട്ടറികളുടെ സഹായത്തോടുകൂടി നമ്മളവരുടെ ക്യാമറകൾ വെച്ചതുകൊണ്ട് മാത്രമാണ് ഇത്ര നല്ല രീതിയിൽ ഇന്ന് ടൗണിന് ഇത്ര ഭംഗിയായി നടക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ നഗരസഭയിലാണെങ്കിലും ശുചിത്വ തൊഴിലാളികളും വളരെ നല്ല രീതിയിൽ തന്നെ ക്ലീനിങ്ങാണ് നടത്തിയിരിക്കുന്നത്. അത് നമുക്ക് നഗരസഭ വൈസ് ചെയർമാൻ ടി.പി. ഷാജി അധ്യക്ഷനായിരുന്നു. സ്ഥിരസമിതി അധ്യക്ഷ റുക്കിയ, കില കോർഡിനേറ്റർമാരായ ഗോപാലകൃഷ്ണൻ, കല്യാണകൃഷ്ണൻ, ശുദ്ധ മിഷൻ കോർഡിനേറ്റർ ഷെരീഫ്, ജില്ലാ പ്രതിനിധി സീന, മറ്റു ജനപ്രതിനിധികൾ, ഹരിതകർമ്മസേന അംഗങ്ങൾ, വ്യാപാരി വ്യവസായി പ്രതിനിധികൾ, ആശാ ജീവനക്കാർ, കുടുംബശ്രീ പ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ശില്പശാലയിൽ പങ്കെടുത്തു. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പട്ടാമ്പി താലൂക്ക് സമ്മേളനം ഓങ്ങല്ലൂരിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം എ നീരജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ കാഴ്ചയില്ലാത്തവരുടെ സർഗോത്മകമായ ക്ഷേമത്തിനു വേണ്ടി 1967 മുതൽ പ്രവർത്തിച്ചു വരുന്ന സംസ്ഥാനതല സംഘടനയാണ് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ്. നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയതിന്റെ ഫലമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരവും നിരവധി അവാർഡുകളും ഈ സംഘടനയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. സംഘടനയുടെ പട്ടാമ്പി താലൂക്ക് സമ്മേളനവും വാർഷിക ജനറൽ ബോഡി യോഗവുമാണ് ഓങ്ങല്ലൂരിൽ വെച്ച് നടത്തിയത്. ജില്ലാ പഞ്ചായത്ത് അംഗം എൻ നീരജ് താലൂക്ക് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രതിസന്ധികളെ ഒക്കെ സമരം ചെയ്ത് അതിനോട് പോരടിച്ച് മറികടക്കുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ വലിയ കൂട്ടായ്മ. അപ്പോൾ ഞാൻ പഞ്ചായത്ത് ഹാളിന്റെ മുകളിലാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ചെറിയൊരു പ്രയാസം എനിക്കുണ്ടായി. കാരണം ഈ സ്റ്റെപ്പ് കയറി വരലൊക്കെ ഇപ്പൊ എങ്ങനെ അതിന്റെ സാധ്യത എങ്ങനെയാണ്? അപ്പോ ഇവിടുന്ന് പതാക ഉയർത്തിയതിന് ശേഷം നിങ്ങൾ ഈ സ്റ്റെപ്പ് കയറി വന്നത് ഞാൻ വളരെ കൗതുകത്തോടുകൂടി നോക്കിയിരുന്നു. കാരണം ആദ്യം കുറച്ച് കാഴ്ച കുറച്ചെങ്കിലും ഉള്ള ആളുകൾ മുന്നിൽ നിന്ന് ഇങ്ങനെ പരസ്പരം കൈകോർത്ത് പിടിച്ച് ഇങ്ങനെ കയറി വരികയാണ്. ജില്ലാ പ്രസിഡന്റ് വി എൻ ചന്ദ്രമോഹൻ മുഖ്യപ്രഭാഷണം നടത്തി. താലൂക്ക് പ്രസിഡന്റ് സി പഴനിയപ്പൻ, എം കെ ഷെരീഫ്, അൻകുമാർ, മുഹമ്മദ് ഫൈസൽ, കെ സി മണികണ്ഠൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാതയുടെ ഭാഗമായ കൂറ്റനാട് ചാലിശ്ശേരി പാതയിൽ നാളെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. കൂറ്റനാട് ചാലിശ്ശേരി പാതയിലെ വലിയ പള്ളിയുടെ സമീപത്തെ അപകടക്കുഴികൾക്കും റോഡിലെ വെള്ളക്കെട്ടിനും പരിഹാരമായി ചൊവ്വാഴ്ച മുതൽ റോഡിൽ കട്ടവിരിക്കൽ പ്രവൃത്തികൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായാണ് റോഡിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. പട്ടാമ്പി പടിഞ്ഞാറങ്ങാടി തൃത്താല ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ കൂറ്റനാട് പെരിങ്ങോട് ചാലിശ്ശേരി വഴിയും പെരുമ്പിലാവ് ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ ചാലിശ്ശേരി ആമക്കാവ് കൂറ്റനാട് വഴിയും പോകണമെന്നും പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ അറിയിച്ചു. 120 മീറ്ററോളം ദൂരമാണ് വെള്ളക്കെട്ടും ചെളിയും നിറഞ്ഞ് ഏറെ ദുരിതമായി കിടക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രയാസമുള്ള സ്ഥലത്താണ് കട്ടവിരിക്കൽ പ്രവൃത്തി നടത്തുന്നതെന്ന് ജില്ലാ റോഡ് മെയിന്റനൻസ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ പി ഷീബ അറിയിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00.
മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. മുള്ളൂർക്കര പഞ്ചായത്തിലെ 11ാം വാർഡിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന് സമാപനമായി. പ്രചാരണം വൈകിട്ട് 6 മണിയോടെ സമാപിച്ചു. തിങ്കളാഴ്ച നിശബ്ദ പ്രചാരണമായിരുന്നു. ചൊവ്വാഴ്ചയാണ് വാശിയേറിയ പോരാട്ടം നടക്കുക. ബുധനാഴ്ച തന്നെ റിസൾട്ട് അറിയാം. LDF-ൽ നിന്നും വിജയിച്ചു വന്ന കുഞ്ഞുമുഹമ്മദിന്റെ നിര്യാണത്തെ തുടർന്നാണ് ഈ വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ അടുക്കും ചിട്ടയോടുകൂടി UDF-ൻ്റെ നേതാക്കന്മാരും UDF-ൻ്റെ പ്രവർത്തകരും വളരെ കൃത്യമായിട്ടാണ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ ഫൈനൽ റൗണ്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരത്ത് മാത്യു കുഴൽനാടൻ പങ്കെടുക്കുന്ന പൊതുയോഗമുണ്ട്. നാളെ രമ്യ ഹരിദാസ്, മുൻ MP രമ്യ ഹരിദാസ് പങ്കെടുക്കുന്ന റോഡ് ഷോയുണ്ട്. അതോടുകൂടി നാളെ വൈകുന്നേരം 6 സമാപനമാണ്. ഞങ്ങൾ വർഷങ്ങൾക്ക് മുൻപ് UDF-ൻ്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ട ഈ വാർഡ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങളത് തിരിച്ചുപിടിക്കും. അത് തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും വളരെ കൃത്യമായി ചിട്ടയോടും അച്ചടക്കത്തോടും കൂടി വളരെ കൃത്യമായി അതിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ട് ഇന്നിപ്പോൾ പൊതുവെ നാട്ടുകാർ മുഴുവൻ സപ്പോർട്ടാണ്. നാട്ടുകാരെല്ലാവരും സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കണം എന്നുള്ള പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിന്നത്. 100-400 വോട്ടിൻ്റെ മേലെ ഞാൻ പിടിക്കും. ആളുകളുടെ സപ്പോർട്ടും ഉണ്ട്. ഭൂരിഭാഗം ആളുകളുടെ സപ്പോർട്ട് നമുക്കാണ്. പഞ്ചായത്തിൽ ഇതേമാതിരി കുറേ പ്രശ്നങ്ങളുണ്ട്. പഞ്ചായത്തിൽ LDF സംവിധാനം ഇല്ല, നിലവിലില്ല. അഴിമതി തന്നെ. ഒരു അഴിമതിയിൽ മുന്നിൽ അവർ റോഡ് ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് തന്നെ റോഡ് കാന പണിതിട്ട് 10-50,000 രൂപ ചിലവാക്കിയിട്ട് ആ കാന തീർത്തു. കുഞ്ഞു മുഹമ്മദിൻ്റെ നിര്യാണത്തെ തുടർന്നുണ്ടായുള്ള ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ LDF വിജയിക്കുക തന്നെ ചെയ്യും. കഴിഞ്ഞ 19 വർഷമായി ഈ വാർഡ് ഇടതുപക്ഷത്തിൻ്റെ ഒപ്പമാണ്. സഖാ കുഞ്ഞുവിൻ്റെ ശരിപക്ഷത്തു നിന്നുള്ള സംഘടനാ പ്രവർത്തനത്തിലൂടെ ബാക്കിയുള്ള ഒരു പാർട്ടിയുടെ അനുഭാവികളെ പോലും ഇവിടെ കാണാനില്ല എന്നുള്ളതാണ് സത്യം. എന്തു തന്നെയായാലും ഈ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ ഞങ്ങളുടെ LDF-ൻ്റെ ശക്തികേന്ദ്രമായ വാർഡ് ഞങ്ങൾ നിലനിർത്തുക ചെയ്യും എന്നാണ്. പട്ടാമ്പി നെടുങ്ങനാട്ട് മുത്തശ്ശിയാർക്കാവിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. സർവൈശ്വര്യ പൂജയും ഉണ്ടായി. പട്ടാമ്പി നെടുങ്ങനാട് മുത്തശ്ശിയാർക്കാവിൽ രാമായണ മാസാന്യത്തിന്റെ ഭാഗമായാണ് വിദ്യാഗോപാല മന്ത്രാർച്ചന നടത്തിയത്. ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ സംസൽ പ്രമുഖ് നാരായണൻ വെള്ളിനേഴി നേതൃത്വം നൽകി. നിരവധി ആളുകൾ ചടങ്ങുകളിൽ പങ്കെടുത്തു. തുടർന്ന് SLC +2 ഉന്നത വിജയികൾക്ക് അനുമോദനവും ഒരുക്കി. അനുമോദന സദസ്സ് ചലച്ചിത്ര താരം ചന്ദ്രൻ പട്ടാമ്പി ഉദ്ഘാടനം ചെയ്തു. ഒരു പ്രവർത്തനത്തിന്റെ മേഖല ആയതുകൊണ്ടാണ് ഒരുപക്ഷെ ഇവിടെ വിശിഷ്ടാതിഥി ആയിട്ട് വിളിച്ചത്. സിനിമ രംഗം ഒരു പ്രവർത്തനത്തിന്റെ മേഖല തന്നെയാണ്. നമുക്കറിയാം, ഒരു കാലത്ത് ഞങ്ങളുടെ കുട്ടിക്കാലത്ത്
ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാത്ത മേഖല എന്ന് കരുതിയിരുന്ന കുട്ടിക്കാലത്തൊക്കെ കളിക്കുന്ന സമയത്തൊക്കെ നടനായൊക്കെ അഭിനയിച്ച് കളിച്ചിട്ടുണ്ടെങ്കിൽ നടനാവണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമയിൽ ഒരിക്കലെങ്കിലും ഒന്ന് മുഖം കാണിക്കണം എന്നുള്ള കടുത്ത കൊതിയോടുകൂടി എൻ്റെ കലായാത്ര ഉണ്ടായിരുന്നുകൊണ്ടാണ് ചെറുതായി ഒരു 10-20 സിനിമകളിലെങ്കിലും അത്യാവശ്യം സ്ക്രീൻ പ്രസൻസ് കിട്ടുന്ന വേഷങ്ങളിൽ അഭിനയിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. ഇതിലാരെങ്കിലും ഞാൻ അഭിനയിച്ച സിനിമ കണ്ടവരുണ്ടോ? വൈസ് പ്രസിഡന്റ് പി സുധാകരൻ അധ്യക്ഷനായിരുന്നു. ക്ഷേത്രം വെളിച്ചപ്പാട് അനിൽകുമാർ, ക്ഷേത്ര രക്ഷാധികാരിയും ക്ഷേത്ര സംരക്ഷണ സമിതി താലൂക്ക് പ്രസിഡന്റുമായ വി രാവണിക്കുട്ടി, മാതൃസമിതി സെക്രട്ടറി പി പ്രജിത, വെളിനേഴി നാരായണൻ തുടങ്ങിയവരും പങ്കെടുത്തു. പുതുശ്ശേരി മിത്രാനന്തപുരം മഹാവിഷ്ണു ഭദ്രകാളി അയ്യപ്പ ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി ദേശഗുരുതി നടന്നു. ക്ഷേത്രം തന്ത്രി തീയന്നൂർ കാളിദാസൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ദേശഗുരുതി നടന്നത്. ക്ഷേത്രത്തിൽ രാവിലെ വിദ്യാഗോപാല മന്ത്രാർച്ചനയും മഹാഗണപതി ഹോമവും ഉണ്ടായി. തുടർന്ന് ദേവിക്ക് നവകം, പഞ്ചഗവ്യം, ചാന്താട്ടം എന്നിവയ്ക്ക് ശേഷം വൈകിട്ട് ദേശഗുരുതി നടന്നു. ഭദ്രകാളി കോമരമായ പ്രസാദിന്റെ നേതൃത്വത്തിൽ ഭദ്രകാളി കർമ്മവും നടന്നതോടെ കർമ്മങ്ങൾക്ക് പരിസമാപ്തിയായി. നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു. ആഗസ്റ്റ് മാസം 3-ന് രാവിലെ 5 മണിക്ക് ആരംഭിക്കുന്ന കർക്കിടകവാവ് ബലിതർപ്പണത്തിന് സുനിൽ ശർമ്മ നേതൃത്വം നൽകും. 5 മണിക്ക് പൈങ്കുളം രാമകൃഷ്ണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ദാരികവധം പാട്ട് നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ദേശഗുരുതി ഭക്തജനങ്ങളെ നിറസാന്നിധ്യത്തോടുകൂടി വളരെയധികം ഭംഗി ഇന്നേ ദിവസം നടത്തിയിരിക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത, ഇതിനോട് സഹകരിച്ച എല്ലാ നാട്ടുകാരെയും, എല്ലാ ഭക്തജനങ്ങളും, എല്ലാ ദേശക്കാരെയും കമ്മിറ്റിയുടെ പേരിലും സ്വന്തം പേരിലും പ്രത്യേകം നന്ദി അറിയിപ്പിച്ചുകൊള്ളുന്നു. അടുത്ത ഇവിടെ കർക്കിടക വാവിൻ്റെ ചടങ്ങുകളാണ്. വാവിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിലെ എല്ലാ സജ്ജീകരണങ്ങളും വളരെയധികം ചടങ്ങോടുകൂടി ഒരുക്കിയിട്ടുള്ളതാണ്. ഇതേമാതിരി മാസത്തിലെ നമ്മുടെ ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.